എന്ന് ചോദ്യം ചോദിക്കട്ടെ, ഈ സഞ്ചാരവും അവിടെ അനുഭവം നമ്മളെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിനെ ഒരു വാക്യത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സഞ്ചാരിയാണ്, എന്റെ യാത്രകളാണ് അല്ലെങ്കിൽ എന്റെ കാൽപാദങ്ങൾ പതിഞ്ഞിടത്താണ് എന്റെ വീട് എന്ന് പറഞ്ഞൊരു വാക്യം. ഇതിലൂടെ എന്റെ ഒരു അനുഭവം, ഞാൻ ഒരിക്കൽ ഒരു എഴുത്തുകാരന്റെ ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പിൽ ഇരിക്കാൻ ഇടകെട്ടപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, ഓരോ എഴുത്തുകാരും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, യാത്രകള്, ഇത്തരം കാര്യങ്ങളാണ് അവരുടെ കൃതിയിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയണ്ടായി. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ടാണ് ഈ ഒരു വാക്യം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. നമുക്കൊക്കെ അറിയാവുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങൾ, തന്റെ യാത്രകൾ, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും തന്റെ കൃതികളിലൂടെ നമുക്ക് കാണിച്ചു തന്നില്ല, പ്രേക്ഷകർക്ക് കാണിച്ചു തന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഗാന്ധിജിയെ കാണുന്ന ആ ഒരു സന്ദർഭം മുതൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന ഒരു സന്ദർഭം വരെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും, പിന്നെ അദ്ദേഹം സൂഫിസം അന്വേഷിച്ച് വിദേശത്ത് പോകുന്നുണ്ട്, ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ഇവിടൊക്കെ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു യാത്രയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു അറിവുകൾ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കഥകളിൽ, രചനകളിൽ പിന്നീട് വരുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമായ അനുഭവം എന്നുള്ളത് സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ പ്രേമലേഖനം, ഇത് അദ്ദേഹം എഴുതിയത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ബാല്യകാല സഖി. ഇത് അദ്ദേഹം എഴുതിയത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ബഷീർ നാട് കടത്തപ്പെട്ടു, കൊൽക്കത്തയിലേക്ക് നാട് വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം കൊൽക്കത്തയിലെ 6 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അഗാധമായ നിദ്രയിലേക്ക് പോവുകയും അങ്ങനെ ഉറക്കത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടതാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയായ സുഹറ വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പറയാം, ഞാൻ മരിക്കാറായി, അല്ലെങ്കിൽ ഞാൻ മരിച്ചു. അങ്ങനെ ആ സ്വപ്നത്തിൽ സുഹറയെ കണ്ടതിനെ പ്രമാണിച്ചാണ് അദ്ദേഹം പിന്നീട് ബാല്യകാല സഖി എന്ന് പറയുന്നത്. ഈ ബാല്യകാല സഖിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള മജീദ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത ബഷീർ തന്നെയാണ്. എന്നാൽ സുഹറ എന്ന കഥാപാത്രം ആ ബഷീറിന്റെ ജീവിതകാലത്തുണ്ടായ ബാല്യകാല സഖിയായ ഒറിജിനൽ സുഹറയുമാണ്. അതിനെ തുടർന്ന് പറയാനുള്ളത്, തന്റെ ഈ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ജയിലിൽ പോയപ്പോ ഈ ജയിലിൽ വെച്ച് അദ്ദേഹം ഒരു പ്രണയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് ഒരു മതിലിന് അപ്പുറം നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തന്റെ ആ ഒരു ജയിൽ ജീവിതത്തിൽ ഒരിക്കലും ആ സ്ത്രീയെ കണ്ടിട്ടില്ല. പക്ഷെ ആ സ്ത്രീയുമായി ഉണ്ടായ പ്രണയവും ആ പ്രണയം ഒട്ടിട്ട സംഭവവും, ഇങ്ങനെ ആ ഒരു ജയിലിലുണ്ടായിട്ടുള്ള അനുഭവിച്ച ആ പ്രണയത്തെ കുറിച്ച് വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം തന്റെ അനുഭവത്തെ വിശദീകരിക്കുന്ന ഒരു നോവലാണ് 1940കളിൽ പുറത്തിറങ്ങിയിട്ടുള്ള മതിലുകൾ എന്ന് പറഞ്ഞ നോവല്. ഈ നോവലും അദ്ദേഹം തന്റെ നേരത്തെ പറഞ്ഞ ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ നോവലാണ്. അപ്പോ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കാര്യങ്ങളും ക്യാരക്ടറുകളൊക്കെ സ്വയം ക്യാരക്ടറുകൾ തന്നെയാണ് തന്റെ കഥകളിലൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മള് മലയാളത്തിലെ രചനകളെ പറ്റി പറഞ്ഞു. പക്ഷെ നമ്മൾ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അനേകം സിനിമകൾ ബഷീറിന്റെ രചനകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത് ഭാർഗവി നിലയം എന്ന് പറയുന്നത് 1964 ഇറക്കപ്പെട്ട സിനിമയാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രേത സിനിമ എന്ന ഖ്യാതി നേടിയ സിനിമയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മതിലുകൾ എന്ന് പറഞ്ഞ 1990കളിൽ ഇറങ്ങിയ സിനിമ. ഇതില് മമ്മൂട്ടിയാണ് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷെ ഇതിൽ ഒറ്റൊരു നടിമാര് പോലും ഇല്ല. അത്രയും ഒരു അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ബാല്യകാല സഖി അദ്ദേഹത്തിന്റെ നോവലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇറക്കിയത് 1967 അതേപോലെ തന്നെ 2014 വീണ്ടും ഈ സിനിമ ഇറക്കുന്നുണ്ട്. ഇത്രയും ഇതിനുപരി അദ്ദേഹത്തിന്റെ അനേകം സിനിമകൾ വേറെ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടുന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എഴുത്തുകാരനല്ലാത്തൊരു ബഷീറുണ്ട്, ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയാവാൻ കൊതിച്ചിട്ടുള്ള ഒരു ബഷീർ. ഇപ്പൊ തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി വൈക്കത്ത് വരുമ്പോ ആ ഗാന്ധിജിയെ കാണുകയും ആ ഗാന്ധിജിയെ തൊടുകയും ചെയ്തൊരു ബഷീറുണ്ട്. എന്നിട്ട് ആ ബഷീർ ഉമ്മാന്റെ അടുത്ത് പോയിട്ട്, ഉമ്മ ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറഞ്ഞ് വളരെ വീരവാദത്തോടെ ഗാന്ധിജിയെ തൊട്ട ഒരു കാര്യം ഉമ്മാട് പറയുന്ന ആ ബഷീർ. ഇങ്ങനെ ഈ സാധാരണ എഴുത്തുകാരൻ എന്ന ബഷീറിൽ നിന്ന് മാറി ചിന്തിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാവാൻ കൊതിച്ച ഒരു ബഷീർ അദ്ദേഹം പിന്നീട് കോഴിക്കോട് പോവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുക വരെ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് നേരത്തെ പറഞ്ഞ പോലീസുമായി അങ്ങനെ പോലീസുകാർക്കെതിരെ ഒരു മാഗസിൻ ഇറക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഈ മാഗസിൻ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയത് കൊണ്ട് തന്നെ ഇത് പോലീസ് കണ്ടുകെട്ടുകയും ഈ മാഗസിൻ എഴുതിയ ആളായ വൈക്കം മുഹമ്മദ് ബഷീറിനെ ജയിലടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജയിലടക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം നാട് വിടുകയാണ്. അതായത് ഇദ്ദേഹം ബോംബെ പോയി, ബോംബെ ജിദ്ദ അവിടെ പോകുന്ന ഹജ്ജ് കപ്പലുണ്ട്, അവിടേക്ക് നാട് വിട്ടിട്ട് ആ ഹജ്ജ് കപ്പലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ബോംബെയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ സത്യാന്വേഷണ മാർഗത്തിന് വേണ്ടിയിട്ട്, സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടുത്തെ സൂഫി അല്ലെങ്കിൽ സന്യാസി അങ്ങനെ അവരോട് ധാരാളമായിട്ട് ഇടപെടുകയും അങ്ങനെ സത്യാന്വേഷണം വെച്ച് അവരോട് ധാരാളമായി ചെയ്യിക്കുന്നു. സൂഫിസം. അപ്പൊ ഇതില് നമുക്ക് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സഞ്ചാരിയും എഴുത്തുകാരും നമ്മൾ ബന്ധം എന്താണ്? നമുക്ക് ബഷീർ എന്ന പറഞ്ഞൊരു പുസ്തകത്തെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ ബന്ധത്തെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം ബഷീർ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥകർത്താവ്, ഒരു രചയിതാവ് ഉണ്ടായത് തന്നെ യാത്രയിലൂടെയാണ്. അതെ, മറ്റൊരു ഗ്രന്ഥം കാണാൻ സാധിക്കില്ല, യാത്ര, സൂഫി അങ്ങനെ കാണാൻ സാധിക്കില്ല. അപ്പോ ഇതുവരെ പറഞ്ഞ ബഷീർ എന്ന പുസ്തകമാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ആ സഞ്ചാരിയും ആ ഒരു എഴുത്തുകാരനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.